നമസ്കാരം. ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ടാറ്റ സ്കൈ ബിഞ്ച് പ്ലസിൻ്റെയും ടാറ്റ സ്കൈ പ്ലസ് HD സെറ്റ് ഓഫ് ബോക്സിൻ്റെയും ടാറ്റ സ്കൈ HD സെറ്റ് ഓഫ് ബോക്സിൻ്റെയും വില കുറഞ്ഞിരിക്കുകയാണ്. ടാറ്റ സ്കൈ ബിഞ്ച് പ്ലസിൻ്റെ വില 200 രൂപ കുറഞ്ഞിട്ട് 2799 രൂപയായിട്ടുണ്ട്. ടാറ്റ സ്കൈ HD സെറ്റ് ഓഫ് ബോക്സിൻ്റെ വില 150 രൂപ കുറഞ്ഞിട്ട് 1349 രൂപയായിട്ടുണ്ട്. പിന്നെ ടാറ്റ സ്കൈ പ്ലസ് HD സെറ്റ് ഓഫ് ബോക്സിൻ്റെ വില 400 രൂപ കുറഞ്ഞിട്ട് 4599 രൂപയായിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി ബഡ്സ് ബിയോണ്ട് എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് ചൈനയിലെ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളും ഗൂഗിളും ദ നെക്സ്റ്റ് ജി അലയൻസ് എന്ന 6G ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ M1 SoC പ്രോസസ്സറുമായിട്ട് വരുന്ന ഡിവൈസുകളുടെ ഗീക്ക് ബെഞ്ച് സ്കോർ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്റൽ i9 പ്രോസസ്സറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്കോറുകളാണ് ഇതിൽ വരുന്നത്. EMUI 11 സോഫ്റ്റ്വെയറിൽ എർത്തുകേക്കിൻ്റെ വാർണിംഗ് തരുന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ആപ്പിളിൻ്റെ പുതിയൊരു ലോഞ്ച് ഇവൻ്റ് ക്രിസ്മസിനടുത്തായിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ചിലപ്പം എയർപോർട്ട് സ്റ്റുഡിയോയും അതുപോലെ തന്നെ എയർ ടാഗ് ഒക്കെ ലോഞ്ച് ചെയ്തേക്കാം. PUBG മൊബൈൽ ഇന്ത്യയുടെ വെബ്സൈറ്റ് ലൈവായിരിക്കുകയാണ്. പിന്നെ ഗ്ലോബലിലുള്ള ഡാറ്റ ഇന്ത്യൻ സെർവറിലോട്ട് മാറ്റി തുടങ്ങിയിരിക്കുകയാണ്. വോഡോഫോൺ ഐഡിയയുടെ താരിഫ് ചാർജ് 15-20% അടുത്ത് തന്നെ കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ. റിയൽമിയുടെ പുതിയൊരു സ്മാർട്ട് സ്പെക്ടക്കിൾ റിയൽമി ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. കോൾകോമിന് ഹുവാവേക്ക് ചിപ്പുകൾ സപ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയെന്നുള്ള കാര്യം കോൾകോം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. ചില MIയുടെയും റെഡ്മിയുടെയും അതുപോലെ തന്നെ പോക്കോടൊക്കെ ഫോണുകളിൽ ബൂട്ട് ലൂപ്പ് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഫോൺ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇത് ഫിക്സ് ചെയ്യുമെന്നുള്ള കാര്യം ഷവോമി അറിയിച്ചിട്ടുണ്ട്. എയർപോഡ് 3യും പിന്നെ മിനി LED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ആപ്പിൾ ഐപാഡും 2021 ഫസ്റ്റ് ഹാഫിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പോ AR ഗ്ലാസസും പിന്നെ ഓപ്പോയുടെ റോളബിൾ കൺസെപ്റ്റ് ഫോണും നവംബർ 17 ലോഞ്ച് ചെയ്യും. iPhone 12 മിനിയിൽ ചില യൂസേഴ്സ് ലോക്ക് സ്ക്രീനിൽ ടച്ച് സ്ക്രീൻ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. iPhone 12 ചില യൂസേഴ്സ് ഗ്രീനിഷ് ആയിട്ടുള്ള സ്ക്രീൻ ചില സമയങ്ങളിൽ കാണിക്കുന്നു എന്ന കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. LG Q63 അതുപോലെ LG Q83 എന്നീ ഫോണുകളുടെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും രണ്ട് ഫോണുകളും വരിക. സാംസങ്ങിൻ്റെ M സീരീസിൽ വരുന്ന പുതിയൊരു ഫോണ് അടുത്തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഏത് ഫോണാണെന്നുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് Android 11 സോഫ്റ്റ്വെയറും വരും. Exynos 2100 എന്നുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 875 എന്നുള്ള പ്രോസസ്സറിനേക്കാളും ഫാസ്റ്റർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഐസ്യൂന്യൂസ് ആണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ S21 സീരീസിൽ ഈ ഒരു പ്രോസസ്സർ വരാനാണ് സാധ്യത. 2021 സാംസങ്ങിൻ്റെ നോട്ട് 21 സീരീസ് ലോഞ്ച് ചെയ്യില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. നോക്കിയ 9.3 പ്യൂർവ്യൂ, നോക്കിയ 7.3 5G, നോക്കിയ 6.3 എന്നീ ഫോണുകൾ 2020 അവസാനത്തോടെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ നോക്കിയ 9.3ൽ 120 ഹെർട്സിൻ്റെ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 108 മെഗാ മെയിൻ ക്യാമറ സെൻസറും വരും. സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ നോക്കിയ 7.3 5G എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 690 എന്ന 5G പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 48 മെഗാ ക്വാഡ് ക്യാമറ സെറ്റപ്പും വരും. സാംസങ് A12 എന്ന ഫോണ് ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 169 പോയിന്റും മൾട്ടി കോറിൽ 1001 പോയിന്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ 3GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. MI 11 Pro എന്ന ഫോണിൽ Quad HD+ റെസൊല്യൂഷൻ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഈ ഫോണിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും ഈ ഫോണിൻ്റെ പഞ്ചോൾ വരിക. പിന്നെ സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഫോണിൽ 48 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. റെഡ്മി നോട്ട് 9 5G സീരീസ് നവംബർ 24 ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റെഡ്മി നോട്ട് 9 5Gയുടെ സ്റ്റാൻഡേർഡ് വെർഷനിൽ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ റെഡ്മി നോട്ട് 9 5G ഹൈ എഡിഷനിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 108 മെഗാ മെയിൻ ക്യാമറ സെൻസറും വരുന്നതായിരിക്കും. പിന്നെ റെഡ്മി നോട്ട് 9 5G സ്റ്റാൻഡേർഡ് എഡിഷനിൽ 48 മെഗാ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. OnePlus 9 സീരീസിൽ വരുന്ന പുതിയൊരു ഫോണിൻ്റെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്.
OnePlus 9 സീരീസിൽ വരുന്ന LE2117 എന്ന കോഡ് നെയിമിൽ വരുന്ന ഫോണ് ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ ഈ ഫോണിന് 1122 പോയിന്റും മൾട്ടി കോറിൽ 2733 പോയിന്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. റെഡ്മി നോട്ട് 10 ഗ്ലോബൽ വെർഷൻ IMDA സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് S21 സീരീസിൽ വരുന്ന ഫോണുകളുടെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. സാംസങ് S21 സീരീസിൽ 3 ഫോണുകളായിരിക്കും വരിക. സാംസങ് S21, സാംസങ് S21 പ്ലസ്, പിന്നെ സാംസങ് S21 അൾട്ര. 3 ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 875 അല്ലെങ്കിൽ Exynos 2100 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഇന്ത്യൻ വെർഷനിൽ മിക്കവാറും Exynos 2100 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ സാംസങ് S21 അൾട്രയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്യാമറയും കുറച്ചും കൂടി ബെറ്റർ ആക്കും. പിന്നെ ഈ ഫോണിൽ ടെലിഫോട്ടോ ലെൻസിൽ 10x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സാംസങ് S21 ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിരിക്കും വരിക. എന്നാൽ സാംസങ് S21 അൾട്രയിൽ ഗ്ലാസ് ബാക്ക് ബോഡി വരും. പിന്നെ സാംസങ് S21 ഫാൻറ്റം വയലറ്റ്, ഫാൻറ്റം ഗ്രേ, ഫാൻറ്റം വൈറ്റ്, പിന്നെ ഫാൻറ്റം പിങ്ക് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും വരിക. സാംസങ് S21 പ്ലസിൻ്റെ ഫാൻറ്റം സിൽവർ, ഫാൻറ്റം ബ്ലാക്ക്, അതുപോലെ തന്നെ ഫാൻറ്റം വയലറ്റ് എന്നീ കളർ വേരിയൻസ് വരും. സാംസങ് S21 അൾട്രയുടെ ഫാൻറ്റം സിൽവർ, അതുപോലെ തന്നെ ഫാൻറ്റം ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും വരിക. പിന്നെ സാംസങ് S21 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും സാംസങ് S21 പ്ലസിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും സാംസങ് S21 അൾട്രയിൽ 6.8 ഇഞ്ചിൻ്റെ QHD പ്ലസ് ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. പിന്നെ 3 ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സാംസങ് S21 അൾട്രയുടെ പീക്ക് ബ്രൈറ്റ്നസ് 1600 നിറ്റ്സ് വരുന്നതായിരിക്കും. പിന്നെ സാംസങ് S21 അതുപോലെ തന്നെ S21 പ്ലസിലും 12 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ 12 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ 64 മെഗാ പിക്സലിലെ ടെലിഫോട്ടോ ലെൻസും വരും. സാംസങ് S21 അൾട്രയിൽ 108 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ 12 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. പിന്നെ സാംസങ് S21 4000 mAh ബാറ്ററിയും സാംസങ് S21 പ്ലസിൽ 4800 mAh ബാറ്ററിയും സാംസങ് S21 അൾട്രയിൽ 5000 mAh ബാറ്ററിയും വരും.